കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഇന്ന് ഗംഗാവാലി നദിയിൽ നിന്ന് ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ച് സോണാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നേവി തെരച്ചിൽ നടത്തും. 60 അടി താഴ്ചയിൽ മണ്ണ് മാന്താൻ ശേഷിയുള്ള ബൂം മെഷീൻ ഉടൻ എത്തിച്ചേക്കും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഇന്ന് ദൗത്യസംഘത്തിനൊപ്പം ചേരുകയും ചെയ്യും. നിലവിൽ വിവരങ്ങളുമായി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ഷിരൂരിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഇന്ന് ഈ എത്തുന്ന മണ്ണുമാന്തി യന്ത്രം 60 അടി താഴ്ചയിൽ വരെ മണ്ണ് കുഴിച്ചെത്താൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും ആധുനികമായ ഒരു സംവിധാനമാണത്. അതെത്തുന്നതോടുകൂടി ഈ തെരച്ചിൽ കൂടുതൽ വേഗത്തിലാകും എന്നുള്ള കാര്യം ഉറപ്പുമാണ്. നിലവിൽ ഈ അർജുനും ഒപ്പം ലോറിയും പുഴയിലാണ് എന്ന് സംബന്ധിച്ചിട്ടുള്ള ഏകദേശ ധാരണ എത്തിയിട്ടുണ്ട്. സോണാർ പരിശോധനയിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് അതാണ് ലഭിക്കുകയും ചെയ്തത്. ഇന്ന് പരിശോധന അവിടെ കേന്ദ്രീകരിച്ച് തന്നെയാകും. ഒപ്പം തന്നെ മലയാളിയായ ഇന്ദ്രബാലൻ ഈ ദൗത്യസംഘത്തിൻ്റെ ഒപ്പം ചേരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. എപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേരുക? അത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി. സിജു, ഇന്നലെ വൈകുന്നേരമാണ് നേവി നടത്തിയിട്ടുള്ള പരിശോധനയിൽ സോണാർ സിഗ്നൽ ലഭിച്ചത്. അതായത് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള പരിശോധന നടത്തി. അങ്ങനെ ഈ വെള്ളത്തിനടിയിൽ ഒരു കനമുള്ള വസ്തു ഉണ്ട് എന്നുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തന്നെയാണ് നേവിക്ക് സോണാർ സിഗ്നൽ ലഭിച്ചത്. അതായത് ആ സ്ഥലമെന്ന് പറയുന്നത് മണ്ണ് ഇടിഞ്ഞു വീണ ഭാഗത്തിന് താഴെ പുഴയുടെ ഈ മണ്ണിടിഞ്ഞു വീണ് പുഴയിലേക്ക് മണ്ണ് വീണ് പുഴയുടെ ഒരു 100 മീറ്റർ ഭാഗം വരെ വലിയ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ഈ റോഡിനും ആ മൺകൂനക്കും നടുക്കുള്ള ഒരു ഭാഗത്താണ് ആ സിഗ്നൽ ലഭിച്ചത്. അവിടെയാണ് ഇനി മണ്ണ് മാറ്റാനുള്ളത്. അതായത് പുഴയുടെ തീരത്ത് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് പുഴയിലുള്ള മണ്ണ് മാറ്റുക എന്നുള്ള ദുഷ്കരമായ ജോലിയാണ് ഇനിയിപ്പോൾ ഉള്ളത്. കാരണം മറുഭാഗത്തെ മണ്ണിടിഞ്ഞു വീണ ഭാഗത്തെ മണ്ണെല്ലാം തന്നെ നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് വെള്ളത്തിൽ തന്നെ ലോറി ഉണ്ടാകും എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഈ സിഗ്നലുകളിൽ കൂടി ലഭിച്ചിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ആ ഭാഗത്ത് ഇനി തിരച്ചിൽ തുടരേണ്ടത്. അവിടെയുള്ള മണ്ണ് മാറ്റണമെങ്കിൽ അതിന് കൂടുതൽ സംവിധാനങ്ങൾ വേണം. അതിനാണ് ബൂം എത്തിക്കുന്നത്. 60 അടി താഴ്ചയിൽ മണ്ണ് കോരാൻ ശേഷിയുള്ള ബൂം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അരമണിക്കൂറിനകം തന്നെ ഈ പറയുന്ന ഷിരൂരിലേക്ക് ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് ഇത് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്കോളയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് MLA നേരത്തെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. അത് എത്തിയതിന് ശേഷം വന്ന ഉടനെ തിരച്ചിൽ തുടരാനുള്ള സാധ്യതയുമില്ല. കാരണം അത് റോഡിൽ നിർത്തി വേണം. ഈ ഭൂമെന്ന് പറയുന്നത് ഈ സാധാരണ നമ്മുടെ മണ്ണ് കോരുന്ന യന്ത്രം തന്നെയാണ്. അതിൻ്റെ യന്ത്ര കൈകൾക്ക് നീളം കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമാണ്. 60 അടി വരെ താഴ്ചയിൽ മണ്ണ് കോരാൻ കഴിയും എന്നുള്ള പ്രത്യേകതയാണ് അതിനുള്ളത്. അതുകൊണ്ട് അത് റോഡിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടായിരിക്കണം നദീഭാഗത്തുള്ള മണ്ണ് കോരാൻ ശ്രമിക്കേണ്ടത്. അവിടെ അല്പം കാലതാമസം നേരിടാനുള്ള സാധ്യത കൂടിയുണ്ട്. നിലവിൽ പുഴയിൽ ഇപ്പോൾ ഒരു പരിശോധനയും നടക്കുന്നില്ല. എല്ലാ തിരച്ചിലും നിർത്തിവെച്ചിരിക്കുകയാണ്. റോഡ് ഭാഗത്ത് അവിടെയുള്ള മണ്ണുകളും കല്ലുകളും ഈ വലതുഭാഗത്ത്, അതായത് മണ്ണിടിഞ്ഞതിന്റെ മറുഭാഗത്ത് പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്തുള്ള പരിശോധന ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണോ? അത് കഴിഞ്ഞ ദിവസം തന്നെ മിനിഞ്ഞാന്ന് തന്നെ ആ ഭാഗത്തുള്ള പരിശോധന പൂർണ്ണമായും അവസാനിപ്പിച്ചിരുന്നു. അതായത് മണ്ണിടിഞ്ഞ ഭാഗത്തെ മണ്ണ് മുഴുവനായും മാറ്റി അവിടെ വാഹനമില്ല എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് മറുഭാഗത്തേക്ക് പുഴയുടെ ഭാഗത്തേക്ക് മണ്ണ് മാറ്റാനും തിരച്ചിലും ആരംഭിച്ചത്. ഇന്നലെ പ്രധാനമായും നടന്നത് ഈ മറുഭാഗത്ത്, അതായത് പുഴയുടെ ഭാഗത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണ് ഇപ്പോൾ അന്വേഷണം, അതായത് ഈ പരിശോധന നടത്താൻ പോകുന്നത്? ആദ്യം വന്ന വിവരങ്ങൾ അനുസരിച്ച് പുഴ ഈ മണ്ണ് വീഴുന്നതിൻ്റെ അതേ സമീപത്ത് തന്നെയാണ് തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ അവിടെ നിന്നും മീറ്ററുകൾ മാറിയാണ് ഈ മൺകൂന രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ആദ്യം മണ്ണിടിഞ്ഞ് ഈ ലോറി ഉൾപ്പെടെ അവിടെ നിന്ന് നീങ്ങി മാറിയിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ എത്ര ദൂരമാണ് നിരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്, എത്ര ദൂരെ പുഴയിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ പുഴയിൽ മണ്ണ് ഇടിഞ്ഞ് പൂർണ്ണമായും മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വന്നൊരു വലിയ കുന്നാണ്. അത് ഇടിഞ്ഞ് താഴേക്ക് വന്ന് റോഡ് മുഴുവനായും കവർ ചെയ്ത് ആ മണ്ണാണ് ഗംഗാവാലി പുഴയിലേക്ക് വീണത്. അത് വലിയ ടൺ കണക്കിന് മണ്ണും വലിയ പാറക്കല്ലുകളുമാണ് ഈ നദിയിലേക്ക് പതിച്ചത്. അത് നദിയിൽ വന്ന് നദിയിലെ വെള്ളം മൂടി ഒരു മൺതിട്ടയായി. ഇപ്പോൾ സന്തോഷം നിൽക്കുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായതിന് എതിർദിശയിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളല്ലേ, അവിടെ നിന്നുള്ള എതിർദിശയിൽ നിന്നുള്ള ദൃശ്യങ്ങളല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? അതായത് പുഴയ്ക്ക് മറുകരയിലാണ് സന്തോഷ് നിൽക്കുന്നത്.
അവിടെ ആണ് ഇനിയിപ്പോൾ ആ ഭാഗത്തേക്കാണോ എത്തുന്നത്, അതോ ആ റോഡിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും എക്സ്കവേഷൻ നടത്തുക? തീർച്ചയായും റോഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് മണ്ണ് മാറ്റുക. നമ്മളിപ്പോൾ വാർത്താ സംഘം ഈ മണ്ണ് മാറ്റുന്ന അല്ലെങ്കിൽ തിരച്ചിൽ നടക്കുന്ന മണ്ണ് മാറ്റേണ്ട സ്ഥലത്തിൻ്റെ നേരെ എതിർവശത്തുള്ള കരയിൽ നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. കാരണം ആ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. ആ പ്രധാന ഹൈവേയിൽ ഏതാണ്ട് 4 കിലോമീറ്റർ അപ്പുറത്തെ ബാരിക്കേഡുകൾ വെച്ച് അവിടേക്ക് വാഹനങ്ങളെയോ മാധ്യമങ്ങളെയോ ഈ ദൗത്യ സംഘത്തിലുള്ളവരും ഉദ്യോഗസ്ഥരുമല്ലാത്ത ആരെയും അവിടേക്ക് പ്രവേശിക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്നത് അതിൻ്റെ മറുഭാഗത്ത് നിന്നുകൊണ്ടാണ്. അവിടെ എത്തിച്ചേരണമെങ്കിൽ തന്നെ ഇവിടെ പാലങ്ങളൊന്നുമില്ല. ഒരു 38 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ചാണ് നമ്മൾ ഇവിടെ എത്തിയത്, ഇതിൻ്റെ മറുകരയിൽ എത്തിയത്. ഇവിടെ ഉള്ളത് ആകെ ഒരു റെയിൽവേയുടെ പാലം മാത്രമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുക. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മറുകരയിലാണ്. ഇതിൻ്റെ പുഴയുടെ മധ്യഭാഗത്തായി ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ ഇവിടെ എത്തിച്ചേർന്നത് ഈ പുഴയ്ക്ക് നേരെ എതിർവശത്തെത്താൻ 35 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. പാലമില്ല, തൊട്ടടുത്ത് പാലമില്ല. അതെ അതെ ഇല്ല, ഇവിടെ തൊട്ടടുത്ത പാലമില്ല. ഇവിടെ റെയിൽവേ ഒരു പാലം മാത്രമേ ഉള്ളൂ. അല്ലാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന പാലം ഈ പ്രദേശത്തില്ല. ആ പാലം ലഭിക്കണമെങ്കിലാണ് ഞാനീ പറഞ്ഞ ചുറ്റി സഞ്ചരിച്ച് അങ്കോളയിൽ പോയി അവിടെ നിന്നും മറ്റൊരു മാർഗത്തിലൂടെ ചെറിയ റോഡുകളിലൂടെ സഞ്ചരിച്ച് വേണം ഈ പുഴയുടെ മറുഭാഗത്തെത്താൻ. ഞാനീ നിൽക്കുന്നത് പൂർണ്ണമായും കാർഷിക മേഖലയാണ്. അതോടൊപ്പം തന്നെ ഈ നദിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ കർഷകരുമാണ്. കാർഷിക മേഖലയാണ് ഈ നിൽക്കുന്ന ഒരു ഭാഗത്ത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ നമുക്ക് ഈ ഒരു മണ്ണിടിച്ചിലിൻ്റെ ആഘാതം എത്രയോളമാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ പുഴയിലേക്ക് മണ്ണ് പൂർണ്ണമായും മറുഭാഗത്തുള്ള കുന്നിടിഞ്ഞ് പുഴയിലേക്ക് വീണ് അവിടെയുള്ള വെള്ളം അടിച്ച് കയറി ഞാനീ നിൽക്കുന്ന കരയിലേക്ക് അടിച്ച് കയറി. ഇവിടെ ഉണ്ടായിരുന്ന ആ കാണുന്ന വീട്, അതായത് ഈ തീരത്ത് നിന്നും ഏതാണ്ട് 30 മീറ്റർ മാറിയാണ് ആ വീടുള്ളത്. ആ വീട് പൂർണ്ണമായും തകർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ മൃതദേഹമാണ് ഇന്നലെ കണ്ടെത്തിയത്. ഈ ഭാഗത്തുണ്ടായിരുന്ന 7 വീടുകൾ പൂർണ്ണമായും തുടച്ചു നീക്കി ആ വെള്ളം. അങ്ങനെയാണ് അത്രയും വലിയ ആഘാതം, വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. പിന്നീട് ആ സമയത്താണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലമെല്ലാം തന്നെ കവിഞ്ഞൊഴുകുന്ന സമയത്ത്, ഗംഗാവാലി പുഴ ആ സമയത്ത് കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സമയമായിരുന്നു, കനത്ത മഴയുള്ള സമയമായിരുന്നു. ഇപ്പോൾ ഗംഗാവാലി പുഴയിൽ ജലനിരപ്പ് നന്നായി താഴ്ന്നിട്ടുണ്ട്. ഞാൻ ആദ്യ ദിവസം നമ്മളുടെ ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഇവിടെ പുഴ നിറഞ്ഞൊഴുകുന്ന, കരകവിഞ്ഞ് ഒഴുകുകയായിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. എന്നാൽ അതിശക്തമായിട്ടുള്ള അടിയൊഴുക്ക് ഗംഗാവാലി പുഴയിൽ ഇപ്പോഴുമുണ്ട്.